ഇന്നലെ രാജീവ് ചന്ദ്രശേഖറോട് മാധ്യമങ്ങളുടെ ഒരു ചോദ്യം, എന്തുകൊണ്ട് മുസ്ലിങ്ങളെ മന്ത്രിയാക്കുന്നില്ല? അദ്ദേഹത്തിന്റെ തിരിച്ചുള്ള മറുപടി ഇങ്ങനെയായിരുന്നു: അതിന് മുസ്ലിങ്ങൾ വോട്ട് ചെയ്യുന്നില്ല, MP ലഭിക്കുന്നില്ല, അതുകൊണ്ട് മന്ത്രിയാക്കുന്നില്ല. അത് ശരിയാണോ? ശരിയാണ്. മുസ്ലിം ജനാധിപത്യത്തിൽ ഒരു രാഷ്ട്രത്തിൽ ഇന്ത്യ പോലെയുള്ള മൂന്നാം ലോക രാജ്യത്ത് വോട്ട് ബാങ്ക് പൊളിറ്റിക്സ് ഒരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ അധികാര സ്ഥാനങ്ങളിൽ വരെ അതാത് പാർട്ടിക്ക് വോട്ട് ചെയ്യുന്ന ആളുകളുടെ റെപ്രസെൻറ്റേറ്റീവ് ആണ്. അത് ഗ്രൂപ്പുകളാണ്, പ്രഷർ ഗ്രൂപ്പുകളാണ്. മുസ്ലിം, ക്രിസ്ത്യൻ, നായർ, ഈഴവ എന്നൊക്കെ വന്നിട്ട് പ്രഷർ ഗ്രൂപ്പുകളാണ്. ക്രിസ്ത്യൻസിനാണ് വിവിധ സഭകളുണ്ട്. അപ്പം പൊതുവേ മൈനോറിറ്റിയുടെ വോട്ട് കേരളത്തിൽ കിട്ടിക്കൊണ്ടത് UDF-നാണ്. ആ കാലഘട്ടത്തിലുടനീളം LDF-ൽ ഒന്ന് അല്ലെങ്കിൽ പരാതി 2 മന്ത്രിമാരെ ഉണ്ടായിരുന്നു, മുസ്ലിം മന്ത്രിമാർ മന്ത്രിസഭയിൽ. ഇടതുപക്ഷത്ത് കിട്ടുന്ന വോട്ട് എന്ന് വെച്ചാൽ പ്രധാനമായിട്ടും ഈഴവരുടെയും പാവപ്പെട്ട നായന്മാരുടെയും ദളിത് വിഭാഗങ്ങളുടെ വോട്ടാണ്. മന്ത്രിസഭയിൽ ഈ വിഭാഗങ്ങൾ ഹിന്ദുസ് ആയിരുന്നു കൂടുതലായിട്ടുണ്ടാവും. 2 ക്രിസ്ത്യൻസ് ഉണ്ടാവും, 1-2 മുസ്ലിംസ് ഉണ്ടാവും. ഈ വർഷമാണ് പിന്നെ ഇപ്പോൾ മുസ്ലിംസിൻ്റെ വോട്ട് കുറച്ച് കിട്ടി തുടങ്ങിയതിന് ശേഷമാണ് ഇപ്പം ചെറിയ മാറ്റം ഉണ്ടെന്ന് തോന്നുന്നു. ഇപ്പം റിയാസും ഉണ്ട്, അതൊരു 2 മുസ്ലിം മന്ത്രിമാർ. റിയാസ് പാർട്ടിക്കാരൻ, സ്വതന്ത്ര നിർത്തി. റിയാസ് തന്നെ പാർട്ടിക്കാരൻ, പണ്ടേയുള്ള പാർട്ടിക്കാരൻ. അബ്ദുൾ റഹ്മാൻ എന്ന് വെച്ചാൽ എന്താണ് സ്വതന്ത്ര, എന്ന് വെച്ചാൽ മുസ്ലിം റെപ്രസെൻറ്റേറ്റീവ്, പുതിയതായിട്ട് വന്ന മുസ്ലിങ്ങളുടെ റെപ്രസെൻറ്റേറ്റീവ്. മുമ്പായി ജലീലായിരുന്നു. അതിൻ്റെ മറ്റൊരു വേർഷനാണ്. BJP മുസ്ലിങ്ങൾ പണ്ട് ഇവർക്ക്. പക്ഷെ നാം കേരളത്തിൽ നിന്ന് ചർച്ച ചെയ്യുമ്പോൾ ക്രൈസ്തവ വിഭാഗത്തിൽ നിന്ന് MP ഇല്ല. പക്ഷെ അവർക്ക് അതിന് കാരണമുണ്ട്. അവരിവിടെ ഒരു MP-നെ ജയിപ്പിച്ചു കൊടുത്തു. അമിത്ഷാ, ഞാൻ മനസ്സിലാക്കിയെടുത്ത അമിത്ഷാ ക്രിസ്ത്യാനികൾ ആവശ്യപ്പെട്ടത് നിങ്ങൾ ആദ്യം റിസൾട്ട് ഉണ്ടാക്കുന്നിട്ട് ഒന്നൊന്നാണ്. അപ്പോൾ സുരേഷ് ഗോപിനെ ജയിപ്പിച്ചു കൊടുത്തു, പകരം ഒരു മന്ത്രിനെ കൊടുത്തു. അതാണ് കാര്യം. അങ്ങനെ മുസ്ലിംസ് എല്ലാം ജയിപ്പിച്ചു കൊടുക്കട്ടെ, അപ്പം മന്ത്രിനെ കൊടുക്കും. അതല്ലാതെ അതാണ് ജനാധിപത്യത്തിലുള്ള ജനാധിപത്യ രീതികൾ അങ്ങനെ ഒന്നും ആയിരിക്കരുത്. പക്ഷെ നമ്മുടെ നാട്ടിൽ നടപ്പ് രീതികൾ അങ്ങനെയാണ്. അതാണ് രാജീവ് സത്യസന്ധമായി. പക്ഷേ ഇടക്കാലത്ത് വല്ലതും ആ രാജീവിന്റെ ഇപ്പോഴുള്ള ആവശ്യം നടപ്പിലാക്കാൻ മുസ്ലിം സമുദായം തയ്യാറാകുന്നു. മാറ്റം വരും എന്ന് വെച്ചാൽ അടുത്ത തവണ മോഡി വരും. കേരളത്തിലത്തെ അടുത്ത തവണ കൂടി UDF പുറത്തിരിക്കുകയും ചെയ്യുമ്പോൾ മാറ്റം വരും. ഇപ്പം തന്നെ ബിസിനസ് ക്ലാസിൻ്റെ ഇടയിലൊക്കെ മാറി ചിന്തിച്ചു തുടങ്ങിയിട്ടുണ്ട്. അതായത് ആ സമൂഹത്തെ ഏത് ജില്ലകൾ കേന്ദ്രീകരിച്ചാണ്, അതോ കേരളത്തിന്റെ? അത് മൊത്തം ബിസിനസ് ക്ലാസിൻ്റെ ഇടയിൽ തൃശ്ശൂരാണെങ്കിലും കോഴിക്കോടാണെങ്കിലും ഒക്കെ മാറ്റി ചിന്ത വന്നിട്ടുണ്ട്. കാരണം അവർക്ക് ബിസിനസ് ചെയ്യണ്ടേ. മാത്രമേ ഈ ജമാഅത്തെ ഇസ്ലാമികർ പറയുന്നതിൻ്റെ എത്രത്തോളം അവർ കളിക്കാൻ പറ്റും. അത് സാധാരണക്കാരിൽ എത്താൻ കുറച്ചുകൂടി സമയത്ത് എത്തും. കാരണം അവരുടെ അഭിപ്രായം രൂപീകരിക്കുന്നത് സെക്യുലർ മാധ്യമങ്ങൾ, ജനാധിപത്യ പിന്നെ ഈ പറയുന്ന പോലെ സാമുദായിക സംഘടനകളൊക്കെയാണ്. അപ്പോൾ അതിനൊരു സമയമെടുക്കും. ഇദ്ദേഹത്തിനെതിരെ വലിയ വിമർശനം പറഞ്ഞിട്ട് വേറെ ചില ആളുകൾ ഇന്നലെ രംഗത്ത് വന്നിരുന്നു. ആരും രാജീവ് അങ്ങനെ പറയാൻ പാടുണ്ടോ? രാജീവ് പറയേണ്ടത് ഞങ്ങൾ മുസ്ലിങ്ങൾക്ക് സീറ്റ് കൊടുക്കില്ല എന്നല്ലേ. അതാണല്ലോ പിന്നെ ഉത്തരേന്ത്യയിൽ വിറ്റുപോകുള്ളൂ. അതല്ലേ BJP-യുടെ USP. അവർക്ക് വേണ്ട രാജീവ് അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. BJP അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക, മുസ്ലിങ്ങളെ ഞങ്ങൾക്ക് വേണ്ട, മുസ്ലിം വോട്ട് വേണ്ട. അങ്ങനെയാണെങ്കിൽ ഇവർ പറയുന്നതിനൊക്കെ വാലിഡേഷൻ ആവും. ഏത് പത്രവും ഏത് ചർച്ചയെന്ന് നിനക്ക്, ഏത് TV ചാനലും ഏത് ചർച്ചയെന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല. ഞാൻ അവർക്ക് പബ്ലിസിറ്റി കൊടുക്കണേ വിചാരിച്ചിട്ട്. അങ്ങനെ അതായിരുന്നു ചർച്ച. രാജീവ് അങ്ങനെ പറയരുത്. രാജീവ് പറയുന്നത് ഞങ്ങൾ മുസ്ലിങ്ങളെ വേണ്ട എന്നാണ്. അതാണ് അവരുടെ ആഗ്രഹം. അവരുടെ ആഗ്രഹം മാത്രം. ആ ആഗ്രഹമാണ് അവർ പ്രചരിപ്പിക്കുന്നത്. അല്ല, അങ്ങനെ തമ്മിലടിച്ച് നിർത്തിയാണ് ഇത്തരക്കാർ ഇവിടെ നിൽക്കുന്നത്. അതാണ് അവരുടെ ആവശ്യമാണ് അവർ പറഞ്ഞത്. അങ്ങനെ പിന്നെ അപ്പോൾ അതിനെതിരാണല്ലോ നമ്മളൊക്കെ പറയുന്നത്. അതായത് നിങ്ങൾ RSS BJP അങ്ങനെ തെറ്റിദ്ധരിക്കേണ്ട ആവശ്യമില്ല. അതൊരു കോണ്ടക്സ്റ്റിൽ അങ്ങനെ വന്നതാണ്. അത് മാറ്റാൻ പറ്റും എന്നാണ് ഞാനൊക്കെ പറഞ്ഞത്. ഇവർ പറയുന്നത് അങ്ങനെയല്ല. കാലാകാലം ലോകാസമ്പരായം വരെ BJP-യുടെ അനുവാദം ഇങ്ങനെ തന്നെ ആയിരിക്കും, മുസ്ലിങ്ങൾ എന്ത് ചെയ്താലും. അപ്പോൾ രാജീവിൻ്റെ സമയത്ത് രാജീവിനെ പോലുള്ള നേതാക്കന്മാർ ഇത്തരം പ്രസ്താവനകൾ പറയുമ്പോൾ അവർക്കത് ഭയങ്കര അങ്കലാപ്പ് ഉണ്ടാക്കുന്നു. കാരണം മുസ്ലിംസ് ആ രീതിയിൽ ചിന്തിക്കുമെന്നുള്ളത്. എന്നാൽ അവർക്ക് വേണ്ടത് പിന്നെ ഉമ്മാവാരിദിനെ പോലെ, പിന്നെ മറ്റേ മുസ്ലിങ്ങൾ പാകിസ്ഥാനിൽ പോകണമെന്ന് ഇടക്കിടക്ക് പറയുന്ന മറ്റേ കശീനെ പോലുള്ള ഗിരിരാജ് സിംഗ് പോലുള്ള ആളുകളെയാണ് അവർക്ക് വേണം. അവരെന്താ പറയുമ്പോൾ അവർ വലിയ ആഘോഷം ഇങ്ങനെ പറയാൻ പാടുണ്ടോ? അല്ല, രാജീവിനെ പോലുള്ളവർ ഈ തുറന്ന മനസ്സോടെ പറയുമ്പോൾ മുസ്ലിം സമുദായം സ്വീകരിക്കുന്നുണ്ടോ? അല്ല, കേൾക്കേണ്ടത് കുറേ ആളുകൾ കേൾക്കുന്നുണ്ട്. ഒരു BJP-ന്റെ ഒരു ആറ്റിറ്റ്യൂഡിൽ മാറ്റം വരാൻ ആളുകൾ ആഗ്രഹിക്കുന്നുണ്ട്, മുസ്ലിംസ്. അത് മാറ്റം വരുന്നുണ്ട് RSS BJP. അല്ലാതെ ഇപ്പം ഈ RSS BJP ഏറ്റവും ഈ ഹിന്ദു സമുദായത്തിൽ 30% ആളുകളെ എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യുന്നുണ്ട്. 30% ആളുകളെ റെപ്രസെൻറ്റ് ചെയ്യുന്ന ഒരു സംഘടനയുടെ എങ്ങനെയാണ് ഇവിടെയുള്ള മൈനോറിറ്റി സമുദായത്തിന് കാലാകാലം ഫൈറ്റ് ചെയ്ത് മാറി നിൽക്കാൻ പറ്റുക? അത് ആത്മഹത്യാപരമാണ്. മാത്രമല്ല, ഇന്ത്യൻ മുസ്ലിംസിന് ഹിന്ദുക്കളോട് ഫൈറ്റ് ചെയ്യാൻ കാരണങ്ങളില്ല. ഹിന്ദുക്കൾക്കാണ് പിന്നെയും മുസ്ലിങ്ങളോട് ഫൈറ്റ് ചെയ്യാൻ ഉത്തരേന്ത്യയിലെങ്കിലും കാരണമുള്ളത്. കാരണം അവരുടെ രാജാക്കന്മാരൊക്കെ തോൽപ്പിച്ചാണ് ഇവർ വന്നത് എന്നൊക്കെ വേണമെങ്കിൽ പറഞ്ഞു. കേരളത്തിൽ അതുപോലും ഇല്ല. അപ്പോൾ ഇത് മൊത്തം ഈ ആധുനിക 2 വിഭാഗങ്ങളും ഇപ്പോൾ BJP ആയാലും മുസ്ലിങ്ങളായാലും ഒരു തുറന്ന ചർച്ചയ്ക്ക് തയ്യാറാകേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. അതുണ്ട്. പക്ഷെ അവരുടെ മനസ്സിലൊരു ബോധം ഈ സെക്യുലറിസ്റ്റുകളും ഈ പറയുന്നതിൻ്റെ അതിരി സാമുദായിക സംഘടനകൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. സാമുദായിക സംഘടനകൾ വലിയ അളവിൽ ജമാഅത്തെ ഇസ്ലാമി എല്ലാം പറഞ്ഞത്
ബാക്കി സാമുദായിക സംഘടനകൾ സഭകളൊക്കെ നിരപരാധികളാണ്. പക്ഷേ ജമാഅത്ത് ഇസ്ലാമി പോലുള്ള സാധനം മതിയല്ലോ. അല്ല അപ്പത് കേരള കോൺഗ്രസ് പോലെ ഒന്നും മതിയല്ലോ. അവർക്കൊക്കെ രാഷ്ട്രീയം ലാഭത്തിന് വേണ്ടി മാത്രമാണ്. അപ്പോൾ അവരുണ്ടാക്കുന്ന കുത്തിത്തിരിപ്പാണ്. ഇന്നലെ ഞാൻ പറഞ്ഞ ചാനലിൽ വേറെന്തെന്ന് പറയുന്നത് കേട്ടു, മുസ്ലിങ്ങൾ വോട്ട് ചെയ്യുന്നില്ല, നിങ്ങളോട് ആര് പറഞ്ഞു? വോട്ട് ചെയ്യുന്നില്ലല്ലോ, നമുക്കറിയാലോ. ആരും പറയേണ്ട ആവശ്യമുണ്ടോ? നമുക്കറിയാലോ മുസ്ലിം മേഖലയിൽ BJP താരതമ്യേന വോട്ട് കുറവാണ്. തീരെ വോട്ട് ഇപ്പം തൃശ്ശൂർ തന്നെ നോക്കിയാലും മുസ്ലിം മേഖലയിൽ മാത്രമാണ് സുരേഷ് ഗോപി മൂന്നാമത് പോയിട്ടുള്ളത്. അത് സത്യമല്ലേ? എല്ലാ ഹിന്ദുക്കളും ചെയ്യണ്ടല്ലോ അല്ലേ? ഹിന്ദുക്കൾ നല്ലൊരു പങ്ക് ഉത്തരേന്ത്യയിൽ BJP വോട്ട് ചെയ്യുന്നുണ്ട്. കേരളത്തിൽ BJP ഏറ്റവും കൂടുതൽ പെർഫോം ചെയ്തത് ഹിന്ദു മേഖലകളിലാണ്, വേറെ ക്രിസ്ത്യൻ മേഖലകളാണ്. മലബാർ മേഖലയിൽ അല്ലെ മുസ്ലിം മേഖലയിൽ BJPയുടെ പെർഫോമൻസ് വളരെ മോശമാണ്. അത് വളരെ എവിഡന്റ് അല്ലേ? വെറുതെ ലോജിക്ക് എന്തോ ഒരു വോട്ട് പോകുമ്പോൾ നമ്മളെ കൂടെ ആരും കയറില്ലല്ലോ. അപ്പൊ അത് പറഞ്ഞുകൊണ്ട് എങ്ങനെ അറിയാന്നൊക്കെ ചോദിച്ച് വെറുതെ വാദിക്കാൻ വേണ്ടി വാദിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്ല സാറേ, മാറ്റം വരുമെന്ന് പറയുമ്പോഴും ജമാഅത്തെ ഇസ്ലാമിയുടെ സ്വാധീനം വർദ്ധിച്ചു വരുന്നു. അവർ ഒരു തടയായി നിൽക്കുന്നു. അവർ തടയായി ഇപ്പോഴും നിൽക്കുന്നുണ്ട്, ഫയർവാളാണ്. പക്ഷേ ആളുകൾക്ക് ജീവിക്കണ്ടേ? മുസ്ലിം കമ്മ്യൂണിറ്റി ബേസിക്കലി മെർച്ചന്റ് ക്ലാസ് ആണ്. പ്രവാചകൻ വരെ കച്ചവടക്കാരനായിരുന്നു. ജീവിക്കണ്ടേ? കച്ചവടം നടത്തണ്ടേ? അപ്പോൾ ഒരു കേന്ദ്രം ഭരിക്കുന്ന ഒരു സംസ്ഥാനത്തെ ഒരു രാഷ്ട്രീയ പാർട്ടി, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സംസ്ഥാനങ്ങൾ ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടി, കേരളത്തിൽ വളരെ പെട്ടെന്ന് വളർന്നുകൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ പാർട്ടി, ഇവരോട് ഫൈറ്റ് ചെയ്ത് ഇവർ സൗഹൃദത്തിന് വരുമ്പോൾ കൈ തട്ടി മാറ്റി ഫൈറ്റ് ചെയ്ത് എത്ര കാലം നിങ്ങൾക്ക് ബിസിനസ് നടത്താൻ പറ്റും? ഇനി അതല്ല, ഇവർ കാണുന്ന മുസ്ലിങ്ങളൊക്കെ പിടിച്ച് കൊല്ലുകയാണോ? അതല്ലല്ലോ. അത് മുമ്പ് അവരുടെ വിചാരധാര എന്നുള്ള അവർ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു ഗ്രന്ഥത്തെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ പിന്നെ അവർ മാറ്റി. അങ്ങനെ പറയാത്ത ആരാ ഉള്ളത്? അങ്ങനെയാണ് നമ്മളെ മതഗ്രന്ഥങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്, കമ്മ്യൂണിസ്റ്റുകൾ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അവർക്ക് ശത്രു വിഭാടനം ചെയ്യണമെന്ന് പറഞ്ഞിട്ടില്ല. അവരൊക്കെ നിലപാട് മാറ്റിയില്ലേ? പിന്നെ BJPക്കാരെ മാത്രം എന്താണ് നമ്മൾ സംശയത്തിൻ്റെ പുറത്ത് നിർത്തുന്നത്? അമിത്ഷാ തന്നെ അല്ലെങ്കിൽ മോഡി തന്നെയാണെങ്കിൽ അവരുടെ പണ്ടത്തെ ശബ്ദത്തിന് എത്ര മയം വന്നു. പിന്നെ ഇലക്ഷൻ സമയത്ത് ഹിന്ദുക്കളെ കൺസോൾട്ട് ചെയ്യാൻ വേണ്ടി ചില ശീലങ്ങൾ വെച്ചുകൊണ്ട് ചിലത് പറയുന്നു എന്നല്ലേ ഉള്ളൂ. അപ്പോൾ യാഥാർത്ഥ്യങ്ങൾ മുസ്ലിങ്ങൾ തിരിച്ചറിയുക എന്നുള്ളത്. ഈ ജമാഅത്തെ ഇസ്ലാമിക്കാരൻ തന്നെ RSS ചർച്ച നടത്തിയല്ലോ. പിന്നെന്തിനാ വേണ്ടി സമുദായത്തെ വഴിതെറ്റിക്കുന്നത്? അപ്പോൾ അവന് മുസ്ലിംസിനെ അവരുടെ ചാക്ക് കയറ്റി വെച്ചുകൊണ്ടിരിക്കണം. ഇവർക്ക് അവർക്ക് എന്ത് വേണമെങ്കിലും ആവാം. ഇത് ആവശ്യങ്ങൾക്ക് വേണ്ടിയാണോ? ആവശ്യങ്ങൾക്ക് വേണ്ടിയായിരിക്കും. എങ്കിലല്ലേ അവർക്ക് വിലപേശി RSS കൊണ്ട് കാര്യങ്ങൾ സാധിക്കാൻ പറ്റുള്ളൂ. ഈ ഹമാസിനെ കൊണ്ട് നമ്മൾ പറയാറില്ലേ, ഹമാസിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ നേതാക്കന്മാരും മക്കളൊക്കെ നല്ല സൂചിച്ച് ജീവിക്കുകയാണ്. ഖത്തറിലാണ്, തുർക്കിയിലൊക്കെ, അമേരിക്കയിലും ലണ്ടനിലൊക്കെ സൂചിച്ച് ജീവിക്കുക. പാവങ്ങളാണ് കഷ്ടപ്പെടുന്നത്. ടോയ്ലറ്റ് സൗകര്യം പോലും ഇല്ലാതെ ടോയ്ലറ്റ് പോകുന്നതിൽ നിന്ന് ഡയറി പിടിച്ച് മരിക്കുകയാണ് പാവം. ഇവിടുത്തെ സന്തോഷം എന്ന ഡോക്ടർ പോയി അദ്ദേഹം അവിടുത്തെ കഥകൾ പറഞ്ഞിട്ടുണ്ട്, സ്ത്രീകളൊക്കെ. അപ്പം ആ സ്ഥിതിയാണുള്ളത്. ആ സ്ഥിതി മാറണമല്ലോ. അല്ല, ഇത് പറഞ്ഞ് മനസ്സിലാക്കാൻ ആ സ്ഥിതിയിലേക്ക് കേരളത്തിൽ മുസ്ലിങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. അവിടെ നമ്മളെ പോലെ ആളുകൾ പറയുമ്പോൾ എനിക്ക് മോഡി പൈസ തന്നിട്ട്, എനിക്ക് പിണറായി വിജയൻ പൈസ തന്നിട്ട്, എനിക്ക് ഒരുത്തൻ്റെ ഞാനങ്ങനെ എനിക്ക് നല്ലതും ശരിയും തോന്നുന്നു മാത്രമേ ഞാൻ പറയാറുള്ളൂ. അതൊന്നും ഫൈനലി മുസ്ലിങ്ങൾക്കിടയിൽ ഇത് പറഞ്ഞു മനസ്സിലാക്കാൻ പറ്റിയ നേതാക്കളുടെ കുറവുണ്ടോ? അല്ല, നേതാക്കന്മാരുണ്ട്, പക്ഷെ അവർക്ക് ഇത് മനസ്സിലാവുന്നില്ല, അല്ലെങ്കിൽ പേടിയാണ്. ഒന്നെങ്കിൽ അവർക്ക് മനസ്സിലാവുന്നില്ല, അല്ലെങ്കിൽ അവർക്ക് പേടിയാണ്. ഔട്ട് ഓഫ് ദ ബോക്സ് ചിന്തിക്കാൻ പറ്റുന്നില്ല. അവർ എങ്ങനെയായിരുന്നു പ്രവാചകൻ ഹിന്ദുക്കളെ കണ്ടത് എന്ന് അവർക്ക് മനസ്സിലാവുന്നില്ല. നമ്മളെ ഏത് രീതിയിലാണ് മറ്റു മതങ്ങളെ കാണുന്നതെന്നും കൂടി സ്വയം ചിന്തിക്കുന്നത് നല്ലതാണ്. എന്നിട്ട് വേണമല്ലോ അവരാണോ ഭീകരന്മാർ, നമ്മളാണോ ഭീകരന്മാരെന്ന് അനലൈസ് ചെയ്യുക. അപ്പോൾ എല്ലാവരുടെ ഭാഗത്തും തെറ്റുകളുണ്ട്. അത് മനസ്സിലാക്കിക്കൊണ്ട് സൗഹൃദത്തിൻ്റെ പാതയെ മുന്നോട്ട് പോകുന്നുള്ളത് നല്ലത്. അറബി ട്രഡീഷൻ, ഇസ്ലാമിക് ട്രഡീഷൻ അങ്ങനെ തന്നെയാണ്. എല്ലാവരും സൗഹൃദത്തിൻ്റെ പുറത്ത് നല്ല രീതിയിൽ മുന്നോട്ട് പോകാം. പിന്നെ ബേസിക്കലി കച്ചവടക്കാരാണ്. കച്ചവടത്തിന് വളരെ സൗഹൃദം വേണം. അതാണ് വേണ്ടത്. അത് പതുക്കെ സമുദായം മനസ്സിലാക്കുന്നുണ്ട്. ആ തെറ്റിദ്ധാരണകൾ മാറാൻ കുറച്ച് ടൈം എടുക്കും. ഈ തെറ്റിദ്ധാരണ മാറാതിരിക്കുക അവർ ശ്രമിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ രാജീവിനെ പോലുള്ള ആളുകൾ ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ പൊതുവിധി. ഇന്നത്തെ അവരെ ചർച്ച ഉണ്ടാകുന്ന നാട്ടുകാർക്ക് മനസ്സിലായി എന്തോ പന്തികേടുണ്ടല്ലോ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.